ചന്ദ്രു, എന്താ ചന്ദ്രു? കൈ മുറിഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യണമെന്നാ ചന്ദ്രുവിന് അറിഞ്ഞൂടെ? ചന്ദ്രു, അന്ന് പറഞ്ഞ കാര്യം എന്തായി? എന്ത് മറന്നോ? സൈക്കിൾ പഠിപ്പിക്കാന്ന് പറഞ്ഞതേ. ഞാൻ റെഡി. ഇപ്പോഴോ? തുടങ്ങിക്കോ. പക്ഷെ ഗുരുദക്ഷിണ തരണം. എന്ത് വേണം? ഗുരുദക്ഷിണ ഗുരു ചോദിച്ചല്ലല്ലോ മേടിക്കേണ്ടത്, ശിഷ്യ മനസ്സറിഞ്ഞു തരണം. സമ്മതിച്ചു. എന്ത് തരും? അതൊക്കെ തരും. വാങ്ങാൻ റെഡി ആയിരുന്നോ? എന്നാ കേറിക്കോ. ആ കേറിക്കോ. ഓക്കേ. ഹാൻഡിൽ നേരെ പിടിക്കണം. ഇങ്ങനെ നേരെ പിടിക്ക്. പതുക്കെ പതുക്കെ പതുക്കെ. ഇങ്ങനെ. എന്തെങ്കിലും പറ്റിയോ? നല്ല വേദന. എവിടെ? എവിടെയാ? ഇവിടെ 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 ഇവിടെ. നല്ല മുറിവുണ്ടല്ലോ. നീ ഇവിടെ ഇരിക്ക, ഞാൻ ഇപ്പൊ വരാം.
ആഹാ. എങ്ങനെയുണ്ട് സുഗന്ധി കച്ചവടമൊക്കെ? അതെന്താ ഇത്രയും നാളില്ലാത്തൊരു ചോദ്യം ഇപ്പൊ? അല്ല, ഇപ്പൊ സഹായിക്കാൻ ആളുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. എപ്പോഴും ഒറ്റയ്ക്ക് ചെയ്താ എന്താ ഒരു സുഖം? ഒരാള് സഹായത്തിനുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? അല്ല, ഒരു സൂക്ഷിക്കണം കേട്ടോ. ഇനി നമ്മളെ എന്ത് സൂക്ഷിക്കാനാ? ഞാൻ സുഗന്ധിയുടെ കാര്യമല്ല പറഞ്ഞു, ആ പിള്ളേരെ ഒന്ന് ശ്രദ്ധിക്കണം. സുഗന്ധിയുടെ കാര്യം അവൾ എന്ത് ചെയ്തോന്നാ? ഏത് നേരം നോക്കിയാലും ആ ചെക്കന്റെ കൂടെ കറങ്ങി നടപ്പല്ലേ. കേട്ടതാ അനാവശ്യം പറയരുത്. നിങ്ങളുടെ വീട്ടിലൊരു പെങ്കൊച്ചുണ്ട്. അതെ, അത് അറിഞ്ഞോണ്ടാ ഞാൻ പറയണേ. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അങ്ങനെയൊന്നുമല്ല. പതുക്കെ. ചന്ദ്രു, എന്താ? കടയിലേക്ക് ചെല്ല്. രാഗി, എന്താ ചേച്ചി? ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? വെറുതെ അതുവഴിയൊക്കെ ഒന്ന് കറങ്ങി. നേരം വൈകിയത് കണ്ടില്ലേ? ചന്ദ്രു ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ. രാഗി, പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ നീ? അതിനെന്താ? ഒരു അന്യ ചെറുപ്പക്കാരന്റെ കൂടെ. ചന്ദ്രു അന്യനായി എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ നിന്നെ മുറച്ചെറുക്കനാ? ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ ചന്ദ്രുവിന്റെ കൂടെ കറങ്ങി നടക്കരുത്, അത്രല്ലേ ഉള്ളൂ. ദാ നിർത്തി. ഇനി ഒന്ന് മിണ്ടാൻ പോലും ഞാൻ പോണില്ല. പോരെ? മോളെ, അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ. പഠിക്കുന്ന കുട്ടിയല്ലേ നീ. പഠിക്കാൻ ഒരുപാടുള്ളപ്പോ പഠിത്തം പഠിത്തം പഠിത്തം. ഈ ടെൻഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ അവധി കിട്ടുമ്പോ ഞാൻ അവിടെ നിങ്ങോട്ട് ഓടനെ. ഇനിയും ചേച്ചിയും തുടങ്ങിക്കോ. മതി, ഞാനൊന്നും പറയണില്ല. ഇനി നിന്റെ ഇഷ്ടം പോലെ. കരയല്ലേ, ഇപ്പൊ കലക്കി തരാം കേട്ടാ. എടി കനകമ്മേ, നീ എന്തിനാടി അവിടത്തെ പെണ്ണിനെ പറ്റി അനാവശ്യം പറയാൻ പോണേ? ആര് പറഞ്ഞു അനാവശ്യമാന്ന്? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലേ. എന്ത് കണ്ടുതാ നീ പറയണേ? കാണാൻ ഇനിയൊന്നുമില്ല ബാക്കി, എല്ലാം കണ്ടു ഞാൻ. അവളും അവനും കല്യാണം കഴിക്കാത്തവരല്ലേ, ഒരു തെറ്റ് പറ്റി കാണും. നീ ക്ഷമി. അതെ, അയൽവക്കത്ത് ആൾക്കാർ താമസിക്കണമെന്ന് ആ ഓർമ്മയെങ്കിലും വേണം എന്തെങ്കിലും ചെയ്യുമ്പോ. ഓരോന്ന് ചെയ്യുമ്പോ, എന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോ ഈ അയൽക്കാരെ നീ നോക്കാറില്ലല്ലേ? എന്തിന്? നിന്റെ ഭർത്താവായ ഞാൻ ഇതിൽ നടക്കുമ്പോഴല്ലേ നീ ഇവിടെ കിടന്ന് മേയണത്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നിങ്ങളുടെ കൺമുമ്പിട്ട് ഞാൻ എന്ത് ചെയ്തു? ഞാനൊന്നും കാണുന്നില്ല കേൾക്കണില്ല എന്നാ നിന്റെ വിചാരം. എന്നാ കേട്ടോ, ഞാനെല്ലാം കാണുണ്ടായിരുന്നു, കേൾക്കണുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അതൊന്ന് തീർന്നോട്ടെ എന്ന് കരുതി ഞാൻ ക്ഷമിച്ചതാ. ആണത്തോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിച്ചൊന്നിരിക്കും. കുടുംബത്ത് സമാധാനം ഉണ്ടാവട്ടെ എന്ന് കരുതി ആണുങ്ങൾ കണ്ണടയ്ക്കുമ്പോ പെണ്ണുങ്ങൾ അതൊരു തരമാക്കും. അതാണ് നിനക്ക് സംഭവിച്ചത്. ഇനി ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്തോ ചെയ്യും? നിനക്ക് കാണണോ? നിങ്ങളത് തല്ലിയല്ലേ? എടീ, കാടികളൊക്കെ കാളക്കൊട്ട് കൊടുക്കടി. കാളയ്ക്ക് കൊടുക്കടി. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുമ്പോ തലയിൽ കുട്ടിയും കോലും കളിക്കണ. നല്ലവണ്ണം കലക്കി കൊടുക്കണേ. ചീറ്റല്. എനിക്ക് വേറെ ആരെയും വേണ്ട, നിന്നെയാ വേണ്ട. ഞാൻ ഒച്ച വെക്കും. ആരും അറിയില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം. അടുത്ത് വരരുതെന്നാ പറഞ്ഞേ. അടുത്ത് വരണ്ട.
നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? ഇയാള് നിന്നെ നശിപ്പിച്ചോട്ടെ, പക്ഷേ നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തണ്ട. നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഇയാളെ എന്നെ വിട്ടാ പറ്റില്ല. അയാളെ വിടാൻ, അയാളെ വിടാനാ പറഞ്ഞത്. അയാളെ വിടാനല്ലേ പറഞ്ഞത്? എന്നെ രക്ഷിക്കാൻ നിങ്ങൾ ആരാ? എന്റെ ഭർത്താവോ അതോ കാമുകനോ? ഞാൻ ചോദിച്ചില്ലല്ലോ നിങ്ങളുടെ ഒരു സഹായം. ഇഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ചെയ്യും. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. അനിതേ, ഞാൻ പറയുന്നത് കേൾക്കൂ. വേണ്ട, നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി ഒരുപാട് നടന്നിട്ടില്ലേ ഞാൻ? ഒരിക്കലും പോലും ചന്ദ്രു എന്നെ സ്നേഹിച്ചിട്ടില്ല. പട്ടണത്തിൽ നിന്ന് വന്ന പരിഷ്കാരി പെണ്ണിന്റെ പത്രാസ് കണ്ട് നിങ്ങൾ മയങ്ങി. ഇപ്പോ ആർക്കും വേണ്ടാതായപ്പോ വന്നിരിക്കണോ? നിങ്ങളുടെ മുഖം കാണുന്ന പോലെ എനിക്ക് ഇഷ്ടമല്ല. അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക്. പോകാന്നോ? നിങ്ങളുടെ ഏത് ആവശ്യവും ഞാൻ സമ്മതിക്കാം, പൂർണ്ണ മനസ്സോടെ. പക്ഷെ നിങ്ങൾ എനിക്ക് ഒരു വാക്ക് തരണം. നാളെ ആ ചായക്കട അവിടെ ഉണ്ടാവരുത്. ചന്ദ്രു ഒരിക്കലും ഈ ലോറിത്തെരുവിൽ ഉണ്ടാവാൻ ഇടയാവരുത്. ഉറപ്പ്? ഉറപ്പ്.